ഹായ് സുഹൃത്തുക്കളെ, സുഖമല്ല എല്ലാവർക്കും? ഇന്നിതാ നമ്മൾ ആരും കൂടാൻ നോക്കി BMW 7 സീരീസ് കേട്ടോ. വരി സാധാരണ പോലെ തന്നെ സ്റ്റാർട്ട് ബട്ടൺ സ്റ്റാർട്ടാണ്. സ്റ്റാർട്ടിങ്ങും ഓഫും ഒന്ന് തന്നെ, എൻജിൻ സ്റ്റാർട്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഗിയർ വേറെ സിസ്റ്റത്തിലാണ് ഇതിൻ്റെ കിടക്കുന്നത്. ഇത് ഇവിടെ ഈ സൈഡിലൊരു ബട്ടൺ ഉണ്ടാവും. ഓക്കെ, ഇതിപ്പോ ഗിയറിലാണ്. വണ്ടി ഗിയറിൽ കിടക്കേണ്ടത് അവിടെ ഗ്രീന് ലൈറ്റ് കത്തി കിടക്കുന്നു. ഓക്കെ, ഇതിൽ നമുക്ക് മൂവിങ്. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളിതാ ഇവിടെ ഇത് പ്രസ് ചെയ്തിട്ട് ന്യൂട്രലായി. ഓക്കെ, ഒന്നും കൂടി അതേപോലെ തന്നെ റിവേഴ്സ് പോയി. ഓക്കെ, ഇനി നമ്മൾ ഗിയറിലേക്ക് പോകട്ടോ. ഓക്കെ, ഡീല്. പിന്നെ നമുക്കിത് പാർക്ക് ചെയ്യണമെങ്കിൽ വണ്ടി നിർത്തണമെങ്കിൽ ഇത് മാത്രം, ഈ പി മാത്രം അടിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, വണ്ടി ഇതാ പാർക്കിങ്ങിൽ. ഓക്കെ, ഇനി നമുക്ക് പോവാം. BMW 7 സീരീസ് 2022 മോഡൽ കേട്ടത്, 2022. ഓക്കെ, ഇതിന്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതാ. ഇത് സ്ക്രീനാണ് വരുന്നത്, ഫുള്ളി സ്ക്രീൻഡ് ആണ്. പിന്നെ റിവേഴ്സ് ക്യാമറ, ബാക്കി ഫ്രണ്ട് കാര്യങ്ങളൊക്കെ സെൻസർ. പിന്നെ മറ്റുള്ള വണ്ടികൾക്കൊക്കെ ഉള്ളത് ക്രൂയിസർ സിസ്റ്റം ഈ വണ്ടിക്കുമുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഓക്കെ, ഇതിന്റെ ക്രൂയിസർ സിസ്റ്റം ഒന്ന് പാർക്കിലിട്ടെ. ഈ ഇതാ ഇവിടെ തന്നെയാണ് വരുന്നത് ഈ ക്രൂയിസർ സിസ്റ്റം. ഇതാ ഓക്കെ, ഇതിലാക്കി കഴിഞ്ഞാൽ നമ്മൾ റണ്ണിങ് പോകുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് പറയുക. സ്പീഡ് ലിമിറ്റ്, നമ്മൾ ഓടുന്ന സ്പീഡിന്റെ ലിമിറ്റിനനുസരിച്ച് ക്രൂയിസർ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആദ്യം സെറ്റ് ചെയ്തതിനു ശേഷം എത്ര സ്പീഡിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ സ്പീഡിലായി കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ക്രൂയിസർ സെറ്റായി. പിന്നെ AC-ന്റെ ഇതാണ് ഫ്രണ്ട്, റിയർ. ഇത് ഓട്ടോ ഇട്ട് കഴിഞ്ഞിട്ടാണ്, വേറെ ഒന്നും ചെയ്യേണ്ട. ഓട്ടോ AC ഇതാണ്. അത് ഓഫ് ആയിട്ടാണെങ്കിൽ നമ്മൾ തന്നെ മാനുവൽ വെച്ച് ചെയ്യുന്നതാണ് ഇത്. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ സൈഡിലുണ്ട്. ഇത് AC അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഇവിടുന്ന് ചെയ്യാം. ഇവിടെ പാസഞ്ചറിന് തന്നെ ബാക്കിൽ ഇരുന്നും കൊണ്ടും സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ്, കൂളിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ ചാർജറിന്റെ ഇതുണ്ട്, സോക്കറ്റ് ഉണ്ട്, ലൈറ്റർ, 2 ചാർജർ അഡീഷണലും ഉണ്ട്. ഓക്കെ, അതുപോലെ കപ്പ് ഹോൾഡർ, സാധനങ്ങളൊക്കെ എന്തെങ്കിലും വെക്കാനുള്ള സംവിധാനം. പിന്നെ നമുക്ക് വെള്ളത്തിനുള്ള വെള്ളം, കപ്പ്, ഇതൊക്കെ വെക്കാനുള്ള സംവിധാനങ്ങൾ. പിന്നെ ഇവിടെ ആസ്ട്രേ ഉണ്ട്. പിന്നെ ഗ്ലാസ് അഡ്ജസ്റ്റ്മെന്റ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അതുപോലെ നമ്മളെ ഡിക്കി ഓപ്പൺ ഇവിടെ ഉണ്ട്. ഇവിടെയാണ് ഇതിന്റെ ഡിക്കി ഓപ്പൺ വരുന്നത്. പിന്നെ അതുപോലെ ഈ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇത് കാണുന്നത്. നമ്മളിതാ ഇരിക്കുന്ന സീറ്റിന്റെ ഇത് ഈ 2 ബാക്കോട്ട് പുറകോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ ഈ സ്റ്റെയറിങ് കുറച്ച് താഴേക്ക് വരുന്നതാണ്. അതായത് നമ്മൾ കംഫർട്ട് ആയിരിക്കും. ഈ സീറ്റ് കുറച്ച് പുറകോട്ട് പോകുന്നില്ല. അപ്പൊ നമ്മൾ ലോങ് ഡ്രൈവ് സമയത്ത് ഓട്ടോമാറ്റിക് ഈ സ്റ്റെയറിങ് താഴേക്ക് വരും. ഓക്കെ, അതുപോലെ ഈ ഒന്നടിച്ചാൽ അതുപോലെ തന്നെ സ്റ്റെയറിങ് മുകളിലേക്ക് പോകുന്നു, നമ്മൾ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുന്നു. ഇത് നമുക്ക് എവിടെ വെച്ച് നിർത്താൻ പറ്റും. ഇത്ര ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് പോയാൽ മതിയെങ്കിൽ അവിടെ നിർത്താം. ഓക്കെ, കുറച്ചുകൂടി പോകണമെങ്കിൽ അവിടെ നിർത്താം. ഇതുപോലെ തന്നെ റൈറ്റ് സൈഡിലത്തത് നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമാണ്. ഇത് ഈ ഗ്രീൻ കത്തിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തതാണ് വർക്ക് ചെയ്യുക. ഈ ഒന്നടിച്ചാൽ അവിടുത്തെ സീറ്റ് അപ്പുറത്തുനിന്ന് അങ്ങോട്ട് പോയി. ഓക്കെ, അത് സീറ്റ് പോകുന്നുണ്ടോ. നമുക്ക് റൈറ്റ് സൈഡ് എടുത്തത് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാനുള്ള ഈ സംവിധാനമാണ്. ഇത് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രീൻ കത്തി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് അല്ലതാ ഈ 1 ഫ്രണ്ടിലേക്ക് പോവും. അതുപോലെ തന്നെ 2 അടിച്ചാൽ അത് ബാക്കോട്ടും പോരുന്നതാ. അപ്പൊ ആ റൈറ്റ് സൈഡ് എടുത്തത് നമുക്ക് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമാണിത്. അപ്പൊ നമുക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് തന്നെ ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആ ഗ്രീന് പോയി. ഇനി നമ്മൾ ഇവിടുത്തതാണ് വരിക.
ഇത് നമുക്ക് ഇവിടെ നിന്നും ചെയ്യാം. ഇതാ മാനുവലായിട്ട് ആ കൈ എത്രയാണോ വേണ്ടത് ആ അകലത്തിലുള്ളത് വേണമെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ്മെന്റ് ഇതാ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇതൊരു ഓട്ടോ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത് മാത്രം ചെയ്താൽ മതി. ഇത് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ സ്റ്റിയറിംഗും കൂടി വരും. പിന്നെ സ്റ്റിയറിംഗ് മാത്രമായിട്ട് നമുക്ക് വരാനുള്ള സംവിധാനം വേണ്ട. സ്റ്റിയറിംഗ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും ഇതിലേക്ക് വരാം. സീറ്റ് ബാക്കോട്ട് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ഇനി താഴേക്കാണ് പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ അതാ താഴേക്ക് പോയി. അടിപൊളി കംഫർട്ട്സ് ഉണ്ട്. ലൈറ്റ് ഓട്ടോമാറ്റിക് ആണ്, നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. പിന്നെ അത് ലൈറ്റിന്റെ ആവശ്യമുള്ള സമയത്ത് രാത്രി ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ ലൈറ്റ് കത്തിക്കോളും. പെട്രോളിന്റെ സിസ്റ്റം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടാൽ മാത്രം മതി. ഇത് പെട്രോൾ 95 ആണ് നമ്മൾ അടിക്കുന്നത്. ഡിക്കി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടാൽ മാത്രം മതി. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക് താഴേക്ക് പോകുന്നത്. ഓക്കെ, ഇത് ലെഫ്റ്റ് സൈഡിലത്തെ മിറർ നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇത്. ഓക്കെ, അതുപോലെ റൈറ്റ് സൈഡിലത്തേത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമന്റ് ചെയ്യും, സപ്പോർട്ട് ചെയ്യട്ടോ. ഓക്കെ, ബൈ.